ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് നല്ല രീതിയിൽ മരിച്ചു പോകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ജാസിക്ക് ലഭിച്ച ഭാഗ്യം ഭയങ്കരം തന്നെ. ഇന്ന് നമ്മൾ കാണുന്ന ചില സംഭവങ്ങൾ നമ്മെ ആലോചിപ്പിക്കേണ്ടതുണ്ട്. ഒരാൾ പുരുഷനായി ജനിച്ചിട്ടും സാമ്പത്തിക നേട്ടങ്ങൾക്കോ സാമൂഹിക ആനുകൂല്യങ്ങൾക്കോ വേണ്ടി സ്ത്രീ വേഷം കെട്ടി നടക്കുന്നത് സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. ഒരു വ്യക്തിയെ പരിഹസിക്കാനോ അപമാനിക്കാനോ അല്ല ഇത് പറയുന്നത്, പക്ഷേ പ്രവൃത്തിയുടെ ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നമ്മൾ മറക്കരുത്. സ്ത്രീകളെ അനുകരിക്കുന്ന പുരുഷന്മാരെയും പുരുഷന്മാരെ അനുകരിക്കുന്ന സ്ത്രീകളെയും അള്ളാഹുവിൻ്റെ ദൂതൻ ശപിച്ചു. ഇത് ഒരു വ്യക്തിയോടുള്ള വിരോധമല്ല, മറിച്ച് സമൂഹത്തിൻ്റെ സ്വഭാവരൂപം സംരക്ഷിക്കാനാണ്. ഇസ്ലാം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്വാഭാവിക വ്യത്യാസം ബഹുമാനിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് മറക്കാൻ പാടില്ലാത്ത മറ്റൊരു സത്യവുമുണ്ട്: അള്ളാഹുവിൻ്റെ കരുണ. ആരും പാപരഹിതരല്ല. ഒരാൾ തെറ്റായ വഴി തിരഞ്ഞെടുത്താൽ പോലും തിരിച്ചു വരുവാനുള്ള വാതിൽ അടച്ചിട്ടില്ല. തൗബയുടെ വാതിൽ തുറന്നിരിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഹൃദയത്തിൽ നിന്ന് സമ്മതിച്ച് അള്ളാഹുവിനോട് മടങ്ങിയാൽ അവൻ ഏറ്റവും ക്ഷമിക്കുന്നവനാണ്. പക്ഷേ ഇവിടെ അതല്ലല്ലോ കാര്യം. ഒരാൾ താൻ പെണ്ണാണെന്ന് സ്വയം തന്നെ പറഞ്ഞു നടക്കുന്നു, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ പാപം പൊറുക്കപ്പെടുന്നതും അള്ളാഹുവിൻ്റെ ക്ഷമ ഇവർക്ക് ലഭിക്കുന്നതും? 30 നോമ്പും എടുക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് പറയുമ്പോൾ പൊന്നു ജാസിമോനെ, ഈ ഒരു ആണാണെന്ന് നീ തന്നെ സമ്മതിക്കുന്നത് പോലെയല്ലേ അത്? ഇത്തരം ആളുകളോട് പറയാനുള്ളത്, സഹോദര, നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ വേണമെന്നോ പണം വേണമെന്നോ തോന്നാം, പക്ഷേ യഥാർത്ഥ ബഹുമാനം അള്ളാഹുവിൻ്റെ വഴിയിലാണ്. ഇന്ന് ലോകം നിങ്ങൾക്ക് കയ്യടി നൽകാം, പക്ഷേ നാളെ അതേ ലോകം നിങ്ങളെ പരിഹസിക്കും. എന്നാൽ അല്ലാഹുവിലേക്ക് പശ്ചാത്താപ മനസ്സോടെ മടങ്ങിയാൽ അവൻ നിങ്ങളെ തീർച്ചയായും ഉയർത്തും. നമ്മൾ ഒരു കാര്യം ഓർക്കണം: ഒരാളെ ശപിക്കപ്പെട്ടവൻ എന്ന് മുദ്ര കുത്താൻ നമുക്ക് അവകാശമില്ല. ഹദീസ് ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. വ്യക്തിയുടെ അന്തിമ വിധി അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതിനാൽ നമ്മുടെ സമീപനം തെറ്റിനെ തെറ്റായി പറയുക, വ്യക്തിയെ നിന്ദിക്കാതിരിക്കുക, തിരിച്ചു വരാൻ പ്രചോദിപ്പിക്കുക. ഇന്ന് ആരെങ്കിലും സാമ്പത്തിക കാരണത്താൽ, പ്രസക്തിക്കായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ തെറ്റായ വേഷം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആലോചിക്കൂ, ഈ ലോകത്തിലെ ചെറിയ നേട്ടത്തിനായി ആഖിറത്തെ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? അള്ളാഹു നമ്മെ ശരിയായ വഴിയിൽ നിലനിർത്തട്ടെ. തെറ്റിപ്പോയവർക്ക് ഹിദായത്ത് നൽകട്ടെ. നമ്മുടെ സമൂഹത്തെ ശുദ്ധവും നന്മയുള്ളതുമായ മാർഗത്തിൽ നയിക്കട്ടെ. പിന്നെ ജാസി പറഞ്ഞ മറ്റൊരു വാക്ക്: ഉസ്താദുമാർ എന്നെ ഇപ്പോൾ ഊക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അത് ഊക്കലായിട്ടാണ് ജാസിക്ക് തോന്നിയത്, പക്ഷേ അവർ നന്മ പ്രചരിപ്പിക്കുന്നവരാണ്, തെറ്റായ മാർഗത്തിൽ നിന്നും മനുഷ്യരെ വിലക്കുന്നവർ. ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കിയാൽ ജാസിക്ക് തന്നെ ഉസ്താക്കന്മാർ എന്തിനു വേണ്ടി ഇങ്ങനെ പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നന്മയിലേക്ക് തിരിച്ചു വരൂ, തെറ്റായ മാർഗങ്ങൾ വിട്ടുകളയൂ.